പാട്ടത്തിനെടുത്ത തരിശുഭൂമിയിലെ മഴക്കാല പച്ചക്കറി കൃഷി വിളവെടുപ്പും മൂന്നാം ഘട്ടമായുള്ള വാഴക്കന്ന് നടീലും നടന്നു. ചേർപ്പ് പാറക്കോവിൽ മഴമ കൃഷിത്തോട്ടത്തിലായിരുന്നു വിളവെടുപ്പും നടീലും. ചേർപ്പ് ബ്ലോക്ക് ഫാമേഴ്സ് ഓർഗനൈസേഷനാണ് പാറക്കോവിലിന് സമീപം തരിശുഭൂമി പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി നടത്തിയത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു മഴക്കാല പച്ചക്കറി കൃഷി ഇറക്കിയത്. പാറക്കോവിൽ മഴമ മാതൃകാ കൃഷിത്തോട്ടത്തിൽ നടന്ന വിളവെടുപ്പും മൂന്നാം ഘട്ട കൃഷിയുടെ ഭാഗമായി വാഴക്കന്ന നടിയിലും ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ഓണസമൃദ്ധിയാണ്, സമ്പൽ സമൃദ്ധിയാണ്. ഇത് വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ മാതൃകയായിട്ടാണ് റഫീഖും ടീമും ഇവിടെ പച്ചക്കറികൾ ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും തിരുവള്ളക്കാവ് ക്ഷേത്രം ഭരണസമിതിയുടെ 5 ഏക്കർ ഭൂമി വെറുതെ കിടന്നില്ല. തരിശിനെ പൊന്നാക്കിക്കൊണ്ടാണ് ഈ ജൈവ പച്ചക്കറി ഉൽപ്പാദന രംഗത്തേക്ക് മികവാർന്ന നിലയിൽ വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് എല്ലാ ദിവസവും കൊടുക്കേണ്ട വാഴ, പഴം, കൊല, അതുപോലെ തന്നെ ഇല, ഇതെല്ലാം ഈ ഭൂമിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും, സജ്ജമാക്കാൻ പറ്റും എന്ന് റഫീഖ് ഇവിടെ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇവിടെ ഒരു മാതൃക കാണുന്നത് അമിതമായ കീടനാശിനി ഉപയോഗിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വെജിറ്റബിൾ കേരളീയ സമൂഹം കഴിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒരു വലിയൊരു തിരിച്ചറിവായിട്ടായിരിക്കണം ഇത്തരം പരിപാടികൾ നമ്മൾ കൊടുക്കേണ്ട സന്ദേശം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം മീര, തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി പദ്ധതി വിശദീകരണം നടത്തി. ചേർപ്പ് കൃഷി ഓഫീസർ കുമാരി S ഹർഷിത, ബ്ലോക്ക് തല കർഷകോൽപാദക സംഘടനയായ FPO പ്രസിഡന്റ് മുരളീധരൻ പിള്ള എന്നിവർ സംസാരിച്ചു. നെയ്തികദളി, കണ്ണൻ വാഴ, നേന്ത്രവാഴ എന്നിവയാണ് മൂന്നാം ഘട്ടമായി കൃഷി ഇറക്കിയത്.